ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ റെസിപ്പിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസ്, പൊറോട്ട, അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെയാണ്. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഫുഡ് കളറോ അജിനോമോട്ടോയോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ റെസിപ്പിയും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തീരെ ചെറുതൊന്നുമില്ല, അത്യാവശ്യം വലിപ്പമുള്ള കോളിഫ്ലവർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ എടുത്തിരിക്കുന്ന കോളിഫ്ലവർ മുഴുവൻ ഇതേപോലെ തീരെ ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ലാത്ത കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലൊക്കെ മുറിക്കുമ്പോഴാണ് ഫ്രൈ ചെയ്ത് വരുമ്പോഴാണെങ്കിലും കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ 2-3 തവണ നന്നായിട്ട് കഴുകിയും കൂടി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് പോയിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് നമ്മുടെ കോളിഫ്ലവർ കിട്ടും. അപ്പോൾ കോളിഫ്ലവർ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് അത്രയും മാത്രം ഒന്ന് തിളച്ചാൽ മതിയാവും. കാരണം തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. കണ്ടോ, പതുക്കെ കളറൊക്കെ ഒന്ന് മാറി ആ മഞ്ഞ കളർ ആ കോളിഫ്ലവറിലേക്ക് ഒന്ന് പതുക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ കളറായി പോകും. അപ്പോൾ ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കോളിഫ്ലവറിനോട് ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം കളഞ്ഞ് നമ്മുടെ ഈ കോളിഫ്ലവർ ഒരു അരിപ്പയിലേക്ക് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി ക്ലീൻ ആയിട്ട് വരട്ടെ. നമ്മുടെ കോളിഫ്ലവർ വെള്ളമൊക്കെ പോകാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അടുത്തേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവറും മൈദയും കൂടി ചേരുമ്പോൾ നല്ലൊരു കോട്ടിങ് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തേക്ക് ഒരേ ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരേ ഒരു ടീസ്പൂൺ മാത്രം മതിയാവും. ഇനിയിപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവറിന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരേ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് സോയാ സോസും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചേർത്തിരിക്കുന്ന പൊടികളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സോയാ സോസൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഈ സമയത്ത് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കാത്തതിൻ്റെ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കാൻ നേരത്ത്. ഇനിയിപ്പോൾ നല്ല കളറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ചെറിയൊരു കുഴമ്പ് പരുവത്തിൽ ഇങ്ങാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ചെറിയൊരു തിക്കായിട്ട് വേണം നമ്മുടെ ഈ പേസ്റ്റ് പേരിക്കാനായിട്ട്. നമ്മുടെ ഈ കോട്ടിങ് നന്നായിട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ ഫ്രൈ ചെയ്ത് വരുമ്പോഴും നല്ലതുപോലെ മൊരിഞ്ഞു വരുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കോളിഫ്ലവർ കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ രീതിക്ക് വേണം വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ച് മാത്രം വെള്ളമൊഴിച്ചാൽ മതി. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ നമ്മുടെ ഈ മിക്സിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ എല്ലാ കോളിഫ്ലവറിലേക്കും ആ മാവൊന്ന് നമുക്ക് എത്തിച്ച് കൊടുക്കണം. അതുകൊണ്ടോ ഇതേപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് പിടിച്ച് വേണം ഇരിക്കാനായിട്ട്. നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആ കോട്ടിങ് നല്ലപോലെ പിടിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തത് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴായിരിക്കും ആ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് പിടിച്ച് കോളിഫ്ലവർ ശരിക്കും ഒന്ന് സെറ്റായിട്ട് വരിക. നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ ആണെങ്കിലും ശരിക്കും ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് കോളിഫ്ലവർ ഓരോന്നോരോന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ കോളിഫ്ലവറിൻ്റെ കോട്ടിങ് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് 2-3 തവണയായിട്ടാണെങ്കിലും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മൾ ആ സോയാ സോസും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു കളർ ചേഞ്ച് വന്നത്. അതൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരിക്കും കേട്ടോ. ഉണ്ടോ, 2 വശം ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ ഗ്യാസ് ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 വശമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് ശരിക്കും മുരുമുരാന്ന് വരുമ്പോൾ നമുക്കിതങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ആണെങ്കിലും ഫ്രൈ ആയിട്ട് റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു കടായി തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അടുത്തേക്ക് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയല്ല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാട്ടോ ചേർക്കുന്നത്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ആണെങ്കിലും നമുക്ക് ഈ മഞ്ചൂരിയന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായ നമ്മുടെ ഓയിലിലേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കോളിഫ്ലവർ എടുക്കുമ്പോൾ ഒരേ 1 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം കരിഞ്ഞു പോകാതെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഒരു മീഡിയത്തിൽ മാത്രം ഇട്ടാൽ മതി, ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. തീരെ നൈസായിട്ട് അരിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലൊരു ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഗ്രേവിക്കാണെങ്കിലും കുറച്ചും കൂടി നല്ല കട്ടി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സവാള ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ സവാളയുടെ കൂടെ തന്നെ ഒരേ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ചേർക്കണ്ട. ഒരു 2 എണ്ണം ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ പച്ചമുളകും കൂടി ചേർത്ത് നമ്മുടെ ഈ പച്ചമണം നല്ലതുപോലെ മാറുന്നവരെ ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയുടെയൊക്കെ ആണെങ്കിലും പച്ചമണം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് സോയാ സോസും ഒരേ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സോസിൻ്റെ ടേസ്റ്റ് ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും, പക്ഷേ ചിലർക്ക് സോസിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ സോസ് ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സോസിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് യോജിച്ച് വരും. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ കളർ തന്നെ അങ്ങ് മാറി വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കളറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന നോക്കി നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെമി ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ വേണം ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മഞ്ചൂരിയൻ്റെ ഗ്രേവി നല്ലപോലെ ഒന്ന് തിക്കായി വരാനായിട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതാണ്. നമ്മുടെ ഈ മിക്സും കൂടി ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ലപോലെ തന്നെ കുറുകി ഗ്രേവിയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഗ്രേവിയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ തിക്കായി വരുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ അതിൽ നിന്ന് മാറി കോൺഫ്ലവറും കൂടി ചേർത്ത് കഴിയുമ്പോൾ ശരിക്കും തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ തന്നെ തിളച്ച് ശരിക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും അതേപോലെ തന്നെ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണ് ഇതേപോലെ ക്യൂബായിട്ട് അരിഞ്ഞിരിക്കുന്നത്. കൂടെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കം കൂടി അതേ ഷേപ്പിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യമേ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. അതായത് ഇതേപോലെ ഏറ്റവും അവസാനത്തിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയോ. കാരണം ഇതൊന്നും ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് കടിക്കാനും കൂടി കിട്ടണം. നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെയൊക്കെ ആണെങ്കിലും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 2-3 മിനിറ്റ് അതവിടെ നന്നായിട്ടൊന്ന് ചൂട് കയറി വരട്ടെ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ട് വേണം എടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ചധികം നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ നല്ലതുപോലെ തന്നെ കുറുകി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഒരേ 1 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മുടെ ഈ ഗോബി മഞ്ചൂരിയന്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര ഒരുപാടൊന്നും ആയി പോകരുത്, ഒരേ 1 ടീസ്പൂൺ അത് മതിയാവും. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി ചൂട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മഞ്ചൂരിയൻ എന്ന് പറയുന്നത്. നമ്മുടെ അജിനോമോട്ടോയോ ഫുഡ് കളറോ ഒന്നും തന്നെ ചേർക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഫുഡ് കളറും അതുപോലെ തന്നെ അജിനോമോട്ടോയൊക്കെ ഒരുപാട് തന്നെ ചേർക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതിന്. അപ്പോൾ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൽ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.